എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ലോക്കൽ ബോഡികളിലേക്കുള്ള ഇലക്ഷൻ വരുന്ന സമയത്ത് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് എങ്ങനെയാണ് ഉൾപ്പെടുത്തുക, അതായത് 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ പേര് എങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്നും, അതുപോലെ തന്നെ നിലവിൽ ഉള്ള ആളുകൾക്ക് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഗൂഗിൾ എടുത്തതിന് ശേഷം SEC കേരള എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കേരളത്തിൻ്റെ വെബ്സൈറ്റ് വരും. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ഇതിൻ്റെ അഡ്രസ്സിൻ്റെ പേര്. sec.kerala.gov.in എന്നാണ് വെബ്സൈറ്റ് നെയിം. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ, അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ നമുക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലാണ് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടെയുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷനിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വേണ്ടിയിട്ടുള്ള ഇതല്ല കേട്ടോ. ECI.gov.in അത് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ വേറെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓൺലൈൻ സർവീസസ് എന്ന് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഈ ഓൺലൈൻ സർവീസസിൽ വോട്ടർ സർവീസസ് എന്ന് കാണാം. കണ്ടോ? ഈ വോട്ടർ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഫുൾ സർവീസുകൾ കാണാൻ സാധിക്കും. നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, കറക്റ്റ് ചെയ്യാനുണ്ട്, അതുപോലെ നമുക്ക് പൊസിഷൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളതുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നോക്കാം. നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ സെർച്ച് വോട്ടർ എന്നുണ്ട്. അതായത് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്നാമത്തെയാണ്, അഡീഷൻ ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഒരു പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. എല്ലാം 2 തവണ ചോദിക്കുന്നുണ്ട് കേട്ടോ. മൊബൈൽ നമ്പറും പേഴ്സണൽ അതേപോലെ ഇമെയിലും കാര്യങ്ങളൊക്കെ. പാസ്വേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മുതൽ 12 ലെറ്റർ വരെ കൊടുക്കണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരു നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ OTP മെസ്സേജിൽ നമ്മൾ അതൊന്ന് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ സ്ക്രീനിലേക്ക് ഒന്നും കൂടിയും വരാം. ഇവിടെ നമ്മുടെ യൂസർ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക, താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് വരിക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇടത് ഭാഗത്ത് നെയിം ഇൻക്ലൂഷൻ എന്നുള്ളതിന് നമ്മൾ ഫോം 4 ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ കറക്ഷൻ ഫോം 6 ആണ്. ട്രാൻസ്പോസിഷൻ ഫോം 7 ആണ്. അപ്പോൾ ഇവിടെ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ തിരയാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ടാബ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഡാണ് വേണ്ടത്, കാരണം നമ്മൾ പുതുതായിട്ട് ചേർക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ ഇവിടെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യാൻ നമ്മുടെ പേര് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡും പോളിംഗ് സ്റ്റേഷനും രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നമ്മുടെ ജില്ല, ലോക്കൽ ബോഡി, വാർഡ്, നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനാണ് ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരേണ്ട ഒരു അവസ്ഥ വരരുത്. ഇവിടെ കണ്ടില്ലേ, നിയർ ബൈ വോട്ടർ സീരിയൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ വോട്ടർ ID-ൻ്റെ നമ്പർ അല്ലെങ്കിൽ ആ സീരിയൽ നമ്പർ എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യരുത് കേട്ടോ. ഇവിടെ റൈറ്റ് ക്ലിക്ക് തന്നെ ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ന്യൂ വിൻഡോ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത് വരേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് സെർച്ച് വോട്ടർ എന്നുള്ളിടത്ത് നമ്മുടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സെർച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക, അതുപോലെ ലോക്കൽ ബോഡി. ഞാനിപ്പോൾ പാലക്കാട് ആയതുകൊണ്ട് ഷൊർണൂർ ഭാഗത്താണ്, ഷൊർണൂർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഭാഗം നോക്കിയിട്ട് അതുപോലെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രൊവൈഡ് വോട്ടർ നെയിം അല്ലെങ്കിൽ ID കാർഡ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ തൊട്ട് നൈബറുടെ ആരുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേരൊന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് സെർച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള നമ്മുടെ വാർഡിലുള്ള മുഴുവൻ പേരുടെയും നമ്മൾ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേരിലുള്ള മുഴുവൻ ആളുകളുടെയും അഡ്രസ്സ് വന്നിട്ടുണ്ട്, അവർ വീട്ടുപേര് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് എവിടെയാണോ അവരുടെ പോളിംഗ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന നീല കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സീരിയൽ നമ്പർ. അപ്പോൾ ആ സീരിയൽ നമ്പറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയോട് നോക്കി ആ സീരിയൽ നമ്പർ കണ്ടുപിടിച്ച് ഇവിടെ കൊടുക്കുക, നിയർ ബൈ സീരിയൽ എന്ന് കൊടുക്കാം. എന്നിട്ട് ആരുടെയാണോ, അതായത് ഫാമിലി മെമ്പർ ആണെങ്കിൽ ഫാമിലി മെമ്പർ കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ നൈബറിൻ്റെ കൊടുക്കാം. ഇനി നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. പേര് ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അവിടെ നമുക്ക് കീബോർഡ് വരില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ കീബോർഡ് മലയാളം എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എഴുത്ത് ഉപകരണങ്ങൾ പണ്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു ടൂൾ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുത്താലും അതിങ്ങനെ മലയാളത്തിലാക്കി തരും ഗൂഗിൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ശ്രീരാഗ് എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി, അത് അതേപോലെ തന്നെ മലയാളത്തിലാക്കി തരും. അപ്പോൾ 1-2 തവണയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് അതൊന്ന് കോപ്പി ചെയ്യാം. Ctrl+C എന്ന് അടിച്ചിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. എവിടെയൊക്കെയാണോ മലയാളത്തിൽ ചോദിക്കുന്നത്, ലോക്കൽ ലാംഗ്വേജ് ചോദിക്കുന്നത്, അവിടെ എല്ലാം അതുപോലെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിവിടെ നിന്ന് ഫില്ല് ചെയ്ത് വരികയാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മുടെ ലോക്കൽ ബോഡി നെയിം, വീട്ടുപേര്, നമ്മുടെ സ്ഥലം, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കണം, അതുപോലെ മലയാളത്തിൽ കൊടുക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. ഓക്കെ, ഫാദറിൻ്റെ ഒക്കെ പേര് കൊടുക്കാനുണ്ട്. ഏറ്റവും താഴെ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുകയായിരിക്കും നല്ലത്, ID കാർഡ് ഇൻഫർമേഷൻ. ഇത്രയും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതിൽ ഫോട്ടോൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൻ്റെ നീളവും വീതിയും എത്ര പിക്സലാണെന്നൊക്കെ പറയുന്നുണ്ട്. 240x320 വേണം, 5 GB-ൻ്റെയും 30 GB-ൻ്റെയും ഇടയിൽ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരില്ല. ഇത് കണ്ടില്ല, ഒരു സൈഡിലേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ ഇവർ പറയുന്ന ഇതേ സൈസിലായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് അതിന് ഫോട്ടോഷോപ്പ് ഒന്നും തേടി പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ തന്നെ നമുക്കതിന് ടൂളുണ്ട്. നമുക്കൊരു ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തതിന് ശേഷം നമുക്ക് റീസൈസ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്താൽ, റീസൈസ് JPG ഫോട്ടോ റീസൈസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആദ്യത്തെ കണ്ടില്ലേ, റിഡ്യൂസ് ഇമേജ് ഓൺലൈനായിട്ട്. ഇവിടെ സെലക്ട് ഇമേജ് കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ കണ്ടില്ലേ വിഡ്ത്തും ഹൈറ്റും, ഇവിടെ പിക്സലാക്കുക. അവിടെ ആ ലോക്ക് കണ്ടില്ലേ, ആ ലോക്ക് ഡിസേബിൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള വീതിയും ഹൈറ്റും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം നമുക്ക്. അങ്ങനെ അതിൻ്റെ സൈസ് കറക്റ്റ് കൊടുക്കുക. 240x320 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ അതിൻ്റെ റീസൈസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഇമേജുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ചെറിയ സൈസിലെ ഇമേജ് വന്നു കഴിഞ്ഞു. ഇനിയൊന്ന് നമുക്ക് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, കറക്റ്റ് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ നമ്മുടെ കൺഫേം ആപ്ലിക്കേഷനാണ് വരുന്നത്. നമ്മുടെ പ്രോസസ്സ് കഴിയാറായി. അപ്പോൾ ഇലക്ഷൻ രജിസ്റ്റർ ഓഫീസർക്ക് ഈ ലെറ്റർ പോവും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ബാക്ക് വന്ന് തിരുത്താം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്തലുകൾ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മുടെ വാർഡും കാര്യങ്ങളൊക്കെ ശരി തന്നെ അല്ലേന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ കൺഫേം ബട്ടൺ അടിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ID വന്നു കഴിഞ്ഞു. മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ്, നമ്മുടെ റെഫറൻസ് നമ്പർ, അതുപോലെ തന്നെ നമുക്ക് 2 ഫോം ഫില്ല് ചെയ്ത് എടുക്കാനുണ്ട്. അതായത് നമുക്ക് നമ്മളെ ഹിയറിങ്ങിന് വിളിക്കും. നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒന്ന് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹിയറിംഗ് നോട്ടീസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേര് ഇൻക്ലൂഷൻ ചെയ്യാനുള്ള ഫോം 4ഉം, അങ്ങനെ ഈ 2 ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വിൻഡോ കൊടുക്കുമ്പോൾ തന്നെ 2 PDF ഫയലായിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള താങ്കളുടെ അവകാശവാദം. ഓക്കെ, അതിന് സോ ഡേറ്റിൽ നമ്മൾ അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഫോമും കൂടി ഒന്ന് എടുക്കാം, നമ്മുടെ ഫോം 4 ഇൻക്ലൂഷനുള്ള ഫോം. അപ്പോൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 2 ഫോമും കൂടി നമ്മളൊരു പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോകേണ്ടതായിട്ടുണ്ട്. അവർ പറയുന്ന ഡേറ്റിൽ പറയുന്ന സമയത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വോട്ടർ സർവീസസിൽ വരിക, ഓൺലൈൻ സർവീസിൽ ഇവിടെ കുറേ ഓപ്ഷൻ കണ്ട്. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കണ്ടില്ലേ, ഇവിടെ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച റെഫറൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.